വിവാഹമോചന ഹർജിയിൽ നിന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് സി വിജയുടെ ഭാര്യ സംഗീത പിന്മാറി. വിജയ്ക്കെതിരെ കോടതിയിൽ നൽകിയ ഹർജി അവർ പിൻവലിച്ചു. ഹർജിയുമായി മുന്നോട്ട് പോകാൻ താൽപര്യമില്ലെന്ന് സംഗീത വ്യക്തമാക്കി. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ ഓൺലൈനായി ഹാജരായാണ് സംഗീത തീരുമാനം അറിയിച്ചത്. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് ശേഷം ഏറെ നാടകീയമായ ഒരു വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പരാതികളുമൊക്കെ അവസാനിച്ചു എന്നാണോ പറയുന്നത്? നടി സംഗീത ഇങ്ങനെ ഒരു വിവാഹമോചനം വേണ്ട എന്ന് പറയുകയാണോ? റോഷി, വിവാഹമോചന ഹർജിയിൽ നിന്ന് പിന്മാറുകയാണ് സംഗീത സ്വർണലിംഗം. ലണ്ടനിലാണ് നിലവിൽ സംഗീതയുള്ളത്. സംഗീത ഓൺലൈനായി കോടതിയിൽ ഹാജരായാണ് തന്റെ തീരുമാനം അറിയിച്ചത്. ചെന്നൈയിലെ മദ്രാസിലെ ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിലാണ് ഇത് സംബന്ധിച്ച ഹർജി നിലവിലുള്ളത്. 2026 ഈ വർഷം ആദ്യം ഫെബ്രുവരിയിലാണ് വിവാഹമോചനത്തിനായി അനുമതി തേടിയുള്ള ഹർജി സംഗീത സ്വർണലിംഗം കോടതിയിൽ നൽകിയത്. ഇത് പിന്നീട് മാധ്യമങ്ങളിലൂടെ അടക്കം വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും സി ജോസഫ് വിജയ് എന്ന നടൻ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയാകുന്ന ഘട്ടത്തിലാണ് ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടന്നത്. അതിനുശേഷം സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ നടത്തിയ സമവായ ചർച്ചയിൽ, മധ്യസ്ഥ ചർച്ചയിലാണ് ഒടുവിൽ ഈ വിവാഹമോചന ഹർജി പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് സംഗീത എത്തിയത്. എന്തായാലും ഇക്കാര്യം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിലാണ് സംഗീത സ്വർണലിംഗം തീരുമാനം അറിയിച്ചത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിജയുടെ രാഷ്ട്രീയ രംഗപ്രവേശം പിന്നെ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെയും വിവാദമായിരുന്നു. ഈ കുടുംബ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഭാര്യ സംഗീത ഇങ്ങനെ വിവാഹമോചനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചതൊക്കെ. എന്നാൽ അതിലാണ് ഇപ്പോൾ മറ്റൊരു ട്വിസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നത്. വിവാഹമോചനം വേണ്ട എന്നുള്ളത് അത് ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ ഓൺലൈനായി ഹാജരായാണ് ഭാര്യ സംഗീത വ്യക്തമാക്കിയിരിക്കുന്നത്.